അപ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ട് ഏതാണെന്നോ? സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സോട്ടിക് ഇക്കോ പാർക്കായ ഫ്ലോറ ആൻഡ് ഫൂന മൂന്നാർ ഇക്കോ പാർക്ക്. മൂന്നാറിലേക്ക് പോയപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കയറണമെന്നോർത്ത് നോട്ടമിട്ട് വെച്ചതാണ് ഞാൻ. അടിമാലിക്കടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. ദേ ഈ കാണുന്ന വെള്ളച്ചാട്ടമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചതാണെങ്കിലും എത്ര മനോഹരമാണല്ലേ. നമ്മളാദ്യം കടന്നു ചെല്ലുന്നത് ഫിഷ് ഫീഡിംഗ് സെക്ഷനിലേക്കാണ്. ധാരാളം മത്സ്യങ്ങൾ ഇവിടെയുണ്ട്. വരുന്നവർക്കെല്ലാം മീൻ തീറ്റയും ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് പ്രത്യേകം ചാർജ് ഒന്നും ഇവർ ഈടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളും മീനിന് തീറ്റ കൊടുത്തു. ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നെങ്കിലും സംഭവം രസകരമാണ്. പിന്നെ ഈ കാണുന്ന പോലെ കിളികൾക്ക് തീറ്റ കൊടുക്കാനാവും. നമ്മൾ കുറച്ച് തീറ്റ എടുത്ത് കൈ നീട്ടിയാൽ മതി, അവ താനെ പറന്നു വന്ന് കയ്യിലിരിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു അനുഭവം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതെല്ലാം വളരെ എൻജോയ് ചെയ്തു. ചെറിയ കിളികൾ മാത്രമല്ല കേട്ടോ, വലിയ പക്ഷികളെയും ഇഗ്വാനകളെയും ഒക്കെ നമുക്കിങ്ങനെ കയ്യിലെടുക്കാനാവും. ആശാൻ കാണുന്ന പോലെ അല്ലാട്ടോ, നല്ല വലുതാണ്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ കോഴിക്കുഞ്ഞിന്റെ കയ്യിൽ വെച്ച് തീറ്റ കൊടുത്തിട്ടുണ്ട്. ഇവനെന്റെ കയ്യിലൊക്കെ പതിയെ കടിച്ചു നോക്കുന്നുണ്ട്. അടുത്തതായി ഒട്ടകപ്പക്ഷിയാണ്. കക്ഷി റെസ്റ്റിലാണെന്ന് തോന്നുന്നു. ഒട്ടകപ്പക്ഷിയെ ഫീഡ് ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇവ കൂടാതെ എമു, താറാവ്, അരയന്നം, അലങ്കാര കോഴികൾ, വിവിധതരം പക്ഷികൾ തുടങ്ങി നിരവധി പക്ഷിമൃഗാദികൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ പ്ലാന്റേഷൻ ഏരിയയിൽ ഓറഞ്ച് കായ്ച്ചു നിൽക്കുന്നത് നോക്കൂ. ഓറഞ്ച് മാത്രമല്ല, ഒട്ടനവധി പഴങ്ങളുടെ ചെടികളും മറ്റും ഇവിടെയുണ്ട്. ഞങ്ങൾ അതിലൂടെ നടന്നു വന്നപ്പോഴതാ ഒരു കൂട്ടിൽ നിറയെ പാമ്പുകൾ. ഈ കിടന്നുറങ്ങുന്നത് മടിയന്മാരായ ഹെഡ് ഹൗസ് ആണ്. അതിന് തൊട്ടരികിൽ വളരെ ആക്റ്റീവായ ചൈനീസ് ഹാംസ്റ്ററുകളും. ഇവിടെ പാമ്പിനെയോ എലികളെയോ എന്തിനു വേണമെങ്കിലും നമുക്ക് കയ്യിലെടുക്കാം. കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ അടുത്ത പക്ഷിക്കൂട്ടിലെത്തി. ഇവിടെ പ്ലേറ്റിൽ കയറി നിന്നാണല്ലോ ഇവന്മാർ കഴിക്കുന്നത്. ഒരുത്തൻ എന്റെ കയ്യിലൂടെയാണ് നടപ്പ്. നല്ല മൂർച്ചയുള്ള നഖങ്ങൾ കോറലേൽക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഞാനൊന്ന് ഭയന്നു. ഇവിടെ ഫോട്ടോ എടുക്കാനും ധാരാളം സ്ഥലങ്ങൾ ഇതുപോലെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു ഹോഴ്സ് റൈഡ് ആയാലോ? ആദ്യമായിട്ടാണ് ഞാൻ കുതിരപ്പുറത്ത് കയറുന്നത്. പക്ഷെ മുകളിൽ തലയിടിക്കുന്നുവെന്ന് കയറുന്നതിന് മുമ്പ് ഒരു പേടിയുണ്ടായിരുന്നു. പ്രശ്നമൊന്നുമില്ല, നൈസാണ് കേട്ടോ. സംഭവം കൊള്ളാം. പിന്നെ ഞങ്ങൾ ഓരോ ജ്യൂസും കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. അതെ, ഇങ്ങ് നോക്കിയേ, ദേ ഒരു മുട്ട. ഇതെന്ത് മുട്ടയാണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്നും ഇറങ്ങാമെന്ന് കരുതി. പുറമേക്കുള്ള വഴിയിൽ ഒരു ഷോപ്പിംഗ് ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലതരം ഷോക്കേസ് ഐറ്റംസും കമ്മൽ, മാല തുടങ്ങിയ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ശരി, ബൈ.